സംസ്ഥാനത്ത് നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. ഇന്ന് എറണാകുളം മുതൽ കാസർഗോഡ് വരെ 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് കരമനയാറ്റിലും മണിമലയാറിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. അക്ഷയ കൃഷ്ണാനന്ദ വിശദാംശങ്ങളുമായി. അക്ഷയ, നാളെ 5 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഈ 5 ജില്ലകളിലേക്ക് പ്രത്യേകമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? എങ്ങനെയാണ് പുതിയ മുന്നറിയിപ്പ്? നിലവിലിപ്പോൾ ഈ 5 ജില്ലകളിലേക്കായി ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമൊന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ജാഗ്രത പാലിക്കണം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. അതായത് അതിതീവ്രമായിട്ടുള്ള മഴയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, വടക്കൻ ജില്ലകളിൽ പ്രധാനമായിട്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിനാൽ അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം, ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ ജില്ലകൾക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. എന്നാൽ സംസ്ഥാനത്ത് എന്തായാലും അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലുള്ള മഴ മുന്നറിയിപ്പുകൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അക്കാര്യം വ്യക്തമാകും. അതായത് ഇന്ന് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതായത് അതിശക്തമായിട്ടുള്ള മഴയാണ് ഈ ജില്ലകളിൽ ഉണ്ടാകുക. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല അടുത്ത ദിവസം നാളെയാണ് 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുകളും യെല്ലോ അലർട്ടുകളും നാളെയുണ്ട്. നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത് പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതായത് നാളെ സംസ്ഥാനത്ത് അതിതീവ്രമായിട്ടുള്ള മഴ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അത് പ്രധാനമായും ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയാറിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ മണിമലയാറ്റിലുമാണ്. ഈ നദികളിലെ ജലനിരപ്പ് ഉയരുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ യെല്ലോ അലർട്ടാണ് ഈ നദികളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നദികളിൽ ഇറങ്ങരുത്, അത് നദി ക്രോസ് ചെയ്തു പോകരുത്. അതുപോലെ തന്നെ അതിന്റെ തീരത്ത് താമസിക്കുന്നവർ അധികൃതർ പറയുകയാണെങ്കിൽ എന്തായാലും അവിടെ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് 24 മണിക്കൂറിലെ കണക്കാണ്. ഇത് ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയുമാണ് ഇതുവരെ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഇതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപ്രകാരം 9-ാം തീയതി വരെ, അതായത് ജൂൺ 9 വരെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ പോകരുത് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാരണം മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്ററിൽ വേഗതയുള്ള കാറ്റിന് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണ് ഇത്തരത്തിലൊരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. സൈഫുദ്ദീൻ.